സോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പോളിഗൺസ്, ഓക്കെ, പോളിഗൺസ് സമഭുജങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഈ പോളിഗൺസ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ആദ്യമായിട്ടാണല്ലേ കേൾക്കുന്നത്. എന്താണ് പോളിഗൺസ്? എന്താണ് പോളിഗൺസ്? A geometrical figures made up of 3 or more straight line is called polygon. 3 അതിൽ കൂടുതലോ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ഫോം ചെയ്യുന്ന ജോമെട്രിക്കൽ ഫിഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിഗൺസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് 3 ആണെങ്കിൽ 3 ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ കിട്ടും, അല്ലേ? സോ ഫസ്റ്റ് പോളിഗൺ ആണ് എന്ത്? ട്രയാങ്കിൾ. ഇനി 4 സൈഡഡ് ഉള്ള 4 സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത് നമ്മളൊരു ഫിഗർ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റെക്റ്റാങ്കിൾ കിട്ടും, സ്ക്വയർ കിട്ടും. പക്ഷെ അതിനെല്ലാം ജനറലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്. അതുപോലെ 5 സൈഡഡ് ഉണ്ട്. 5 സൈഡഡ് അതായത് 5 ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇതുപോലത്തെ ഒരു ഫിഗർ കിട്ടും, അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പം ഓരോ ഫിഗേഴ്സിനും എന്തുണ്ട്? ഓരോ പേരുകളുണ്ട്. സോ നമുക്കത് നോക്കിയാലോ, എങ്ങനെയാണ് ഈ ഓരോ പോളിഗൺസിനെയും നെയിം ചെയ്തേക്കണേന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പോളിഗണിൻ്റെ കുറച്ച് പാർട്സ് ഉണ്ട്. പോളിഗണിന് 3 പാർട്സ് ഉണ്ട്. അതിൽ ഈ ഒരു ലൈൻസ് നമ്മൾ പറഞ്ഞല്ലോ, ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോളിഗൺസ് ഫോം ചെയ്യുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻസിനെ വിളിക്കുന്നത് പോളിഗൺസിൻ്റെ സൈഡ് എന്നാണ് പറയുന്നത്. എന്താണ്? സൈഡ്. അപ്പം ഇത് നമ്മളിനി ലൈൻസ് എന്നല്ല പറയേണ്ടത്, സൈഡ് എന്നാണ് പറയേണ്ടത്, പോളിഗൺസിൻ്റെ സൈഡ്സ്. ഇനി 2 സൈഡ്സ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ, ഈ ഒരു കോർണറിൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മാത്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾസ് ഉണ്ട്. നമ്മൾ ആംഗിൾസ് ഒക്കെ 6th 7th ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണല്ലോ ആംഗിൾസ്. അപ്പം ഏത് 2 ലൈൻസ് ജോയിൻ ചെയ്യുമ്പോഴും ആ ഒരു കോർണറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെർട്ടെക്സ് എന്ന് പറയുന്നതും അതിനകത്തുണ്ടാവുന്ന എന്താണ്? ആംഗിൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സൈഡ്സ്, വെർട്ടെക്സ്, അതുപോലെ തന്നെ ആംഗിൾസ്, ഇത് 3ആണ് നമ്മുടെ പോളിഗൺസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പോളിഗൺസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ 10 സൈഡ്സ് വരെയുള്ള പോളിഗൺസിൻ്റെ പേരാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ട്രയാങ്കിൾ. എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്, അല്ലേ? 3 സൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ് വെർട്ടെക്സ്. എത്ര വെർട്ടെക്സ് ഉണ്ട്? വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിനാണ് പറയുന്നത്. അതിൻ്റെ പ്ലൂറൽ പറയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വേർട്ടീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 വേർട്ടീസസ് ഉണ്ട്, അല്ലേ? 3 സൈഡ്സ്, 3 വേർട്ടീസസ്. എത്ര ആംഗിൾസ് ഉണ്ടാവും? 3 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിൽ 3 സൈഡ്സ്, 3 ആംഗിൾസ്, 3 വേർട്ടീസസ്. ഇനി അടുത്തതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ നോക്കി, എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4, അല്ലേ? 4 സൈഡ്സ് ഉണ്ട്. 4 സൈഡ്സ് ആണെന്ത്? 4 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്വാഡ്രിലാറ്ററൽ. അപ്പം നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വന്നത് സ്ക്വയർ, റെക്റ്റാങ്കിൾ എന്നൊക്കെ പറയുന്ന പേരാണ്. പക്ഷേ അതല്ല, ക്വാഡ്രിലാറ്ററൽ, അതാണ് നമ്മൾ പോളിഗൺസ്, 4 സൈഡഡ് പോളിഗൺസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്വാഡ്രിലാറ്ററൽ. സോ 4 സൈഡ് ഉണ്ട്. എത്ര ആംഗിൾസ് ഉണ്ടാവും? 4 ആംഗിൾസ് ഉണ്ട്, അല്ലേ? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ 4 ആംഗിൾസ് ഉണ്ട്. എത്ര വേർട്ടീസസ് ഉണ്ട്? അതും 4 ഉണ്ടല്ലോ. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ 4 സൈഡ്സും 4 ആംഗിൾസും 4 വേർട്ടീസസും ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് 5 സൈഡഡ്. 5 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരാണ് പെൻറ്റഗൺ. 5 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരാണെന്ത്? പെൻറ്റഗൺ. അപ്പം ഇതിനകത്തും എന്തുണ്ട്? 5 സൈഡ്സ് ഉണ്ട്, 5 വേർട്ടീസസ് ഉണ്ട്, 5 ആംഗിൾസും ഉണ്ട്. അടുത്ത നിങ്ങൾക്ക് പറയാവോ അതിന് എത്ര സൈഡ്സ് ഉണ്ടാവും? ഇത് 5 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി 6 ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. എത്ര ഉണ്ടാവും നോക്കി? 1 2 3 4 5 6. 6 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗൺ. അപ്പോൾ 6 സൈഡ്സ് ഉള്ള പോളിഗണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെക്സഗൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചല്ലോ: ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിന് മാത്രമേ ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നോക്കിക്കേ, ഗണിലാണല്ലോ എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാകും. ഇത് പെൻറ്റഗൺ. 5 എന്ന് പറയുമ്പോൾ പെൻറ്റഗൺ, 6 എന്ന് പറയുമ്പോൾ എന്താണ്? ഹെക്സഗൺ. സോ ഇത് മാറിപ്പോകരുത്. നെക്സ്റ്റ് 1ഉം 6ഉം കൂടി നിങ്ങൾക്ക് മാറിപ്പോകും. നെക്സ്റ്റ് 1 എന്താ? ഹെപ്റ്റഗൺ ആണ്. 7 സൈഡ് ആണെങ്കിൽ അതിനെ ഹെപ്റ്റഗൺ എന്നാണ് പറയുന്നത്. ദെൻ 8 സൈഡ് ആണെങ്കിലോ ഒക്ടഗൺ. 9 സൈഡ് ആണെങ്കിൽ
നൺ അഗൺ. അതുപോലെ തന്നെ 10 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ഡെക്കഗൺ. 10 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ഡെക്കഗൺ. ഓക്കെ, അപ്പം 3 സൈഡ്സ് മുതൽ 10 സൈഡ്സ് വരെയുള്ള പോളിഗൺസിൻ്റെ നെയിം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാണ്ട് ഇനിയും പോളിഗൺസിൻ്റെ പേരുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ 8 വരെ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് 2 എണ്ണം കൂടി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ. സോ ഇതാണ് നമ്മുടെ പോളിഗൺസ്. നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും നെയിമുകളാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുവാണ്, എക്സാമിന് ചോദിക്കുവാണ്, ഒരു 10 സൈഡഡ് പോളിഗണിൻ്റെ പേരെന്താണ്? അപ്പോൾ ABCD ആയിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ടാകും. നണ്ണഗൺ, ഡെക്കഗൺ, ഹെപ്റ്റഗൺ, ഹെക്സഗൺ തന്നിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? ഏതായിരിക്കും കറക്റ്റ്? ഡെക്കഗൺ അല്ലേ? 10 സൈഡ് ആണെങ്കിൽ അതെന്താണ്? ഡെക്കഗൺ. അതുപോലെ 9 സൈഡ് ആണെങ്കിലോ നണ്ണഗൺ, 6 സൈഡ് ആണെങ്കിൽ ഹെക്സഗൺ, 7 സൈഡ് ആണെങ്കിൽ ഹെപ്റ്റഗൺ. സോ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. 6 ആണെങ്കിൽ ഹെക്സഗൺ, അതുപോലെ തന്നെ 7 ആണെങ്കിൽ ഹെപ്റ്റഗൺ, 8 ആണെങ്കിൽ ഒക്ടഗൺ വരും കേട്ടോ, ഒക്ടഗൺ. 9 ആണെങ്കിൽ നണ്ണഗൺ, അതുപോലെ 10 ആണെങ്കിൽ ഡെക്കഗൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചല്ലോ, ഇനി നിങ്ങൾ മറക്കില്ലല്ലോ. ഇപ്പോൾ ഇത്രയും 3 സൈഡ്സ് മുതൽ 10 സൈഡ്സ് വരെയുള്ള പോളിഗൺസിൻ്റെ നെയിമിംഗ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി ആ ഒരു ഷേപ്പിൻ്റെ നമ്പേഴ്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് ആംഗിൾസിൻ്റെയും ജസ്റ്റ് ഒരു ടേബിളാണ്. ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ്? 3 സൈഡ്സും അതുപോലെ തന്നെ 3 ആംഗിൾസും ഉണ്ടല്ലേ. അതുപോലെ ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 4 സൈഡ്സും 4 ആംഗിൾസും ഉണ്ട്. ദെൻ പെൻറ്റഗൺ ആണെങ്കിൽ 5 സൈഡ്സും അതുപോലെ തന്നെ 5 ആംഗിൾസും ഉണ്ട്. ഹെക്സഗൺ എന്താ? എത്ര സൈഡ്സ് ഉള്ളതാണ്? 6 സൈഡ്സ് ഉള്ളതാണ് അല്ലേ. അപ്പോൾ 6 സൈഡ്സും എത്ര ആംഗിൾസും ഉണ്ട്? 6 ആംഗിൾസും ഉണ്ട്. ഒക്ടഗൺ ആണെങ്കിലോ, ഹെക്സഗൺ നിങ്ങളിപ്പോൾ ഈ ഓർഡറിൽ വരുമ്പോൾ നിങ്ങൾ അറിയാണ്ട് എന്ത് ചെയ്യും? 7 എന്ന് എഴുതി പോകും. അങ്ങനെ എഴുതരുത്, ഇവിടെ നോക്കണം. ഒക്ടഗൺ ആണ്. ഹെക്സഗൺ കഴിഞ്ഞാൽ അടുത്ത് വന്നേക്കണം ഒക്ടഗൺ ആണ്. ഒക്ടഗൺ എത്ര സൈഡ്സ് ഉള്ള പോളിഗണാ? 8 സൈഡാണ് അല്ലേ. അപ്പോൾ 8 സൈഡ്സും ഉണ്ട്. എത്ര ആംഗിൾസും ഉണ്ട്? 8 ആംഗിൾസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ഒരു 10 സൈഡഡ് പോളിഗണിന് ഹൗ മെനി ആംഗിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൊട്ടി പറയത്തനുണ്ട് 8 ഉണ്ട്. അതുപോലെ സൈഡ്സും വെർട്ടീസസും ആംഗിൾസ് എത്ര തന്നെയാണ്? സെയിം നമ്പർ തന്നെയാണ്. ട്രയാങ്കിൾ ആണെങ്കിൽ 3 സൈഡ്സ് 3 വെർട്ടീസസ് 3 ആംഗിൾസ്. ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 4 സൈഡ്സ് 4 വെർട്ടീസസ് 4 ആംഗിൾസ്. ഡെക്കഗൺ ആണെങ്കിൽ 10 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ 10 സൈഡ്സ് 10 ആംഗിൾസ് 10 വെർട്ടീസസും ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിഗൺ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. പോളിഗൺസിൽ സൈഡ്സും ആംഗിൾസും ഈക്വലായി വന്നു കഴിഞ്ഞാൽ ആ പോളിഗൺസിനെ വിളിക്കുന്ന പേരാണെന്ത്? റെഗുലർ പോളിഗൺസ്. അപ്പോൾ പോളിഗൺസിൽ സൈഡ്സ് ഓഫ് സെയിം ലെങ്ത്തും ആംഗിൾസ് ഓഫ് സെയിം സൈസും ആണ് എന്ത്? റെഗുലർ പോളിഗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലർ പോളിഗൺ നമുക്കിപ്പോൾ അറിയാം അല്ലേ. 3 ഓർ മോർ സൈഡ്സ് ഉള്ളതാണ് എന്ത്? പോളിഗൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ റെഗുലർ എന്ന് പറയണമെങ്കിൽ അവരുടെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ആംഗിൾസും ഈക്വൽ ആയിട്ട് തന്നെ. ഓക്കെ, പഠിച്ചല്ലോ. അപ്പോൾ റെഗുലർ എന്ന് പറയുമ്പം ഓർത്തിരിക്കുക എന്താണ്? സെയിം സൈഡ്സും സെയിം ആംഗിൾസും ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പോളിഗൺസിന് ഈ സെയിം സൈഡ്സും സെയിം ആംഗിൾസും വരുമ്പോൾ ആ പോളിഗൺസിൻ്റെ പേരിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമുക്കത് നോക്കാം. റെഗുലർ പോളിഗൺസിൽ നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നാൽ ആ ട്രയാങ്കിളിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേരുണ്ട്. എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോളിഗൺ റെഗുലർ പോളിഗൺ ആയിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പോളിഗൺ ഏതാ? ട്രയാങ്കിൾ റെഗുലർ പോളിഗൺ ആയാൽ അതിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിനെ വെറുതെ ട്രയാങ്കിൾ എന്ന് വിളിക്കരുത്. എങ്ങനെ വിളിക്കണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ 4 സൈഡഡ് പോളിഗണിനെ വിളിക്കുന്ന പേരെന്താ? ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡ്സും 4 ആംഗിൾസും ഈക്വലായി വന്നാൽ അത് വെറും ക്വാഡ്രിലാറ്ററൽ അല്ല, അതിനെന്താ വിളിക്കുന്നത്? സ്ക്വയറിൻ്റെ 4 സൈഡ്സ് ഈക്വൽ ആണ്, 4 ആംഗിൾസ് എത്രയാണ്? 90 ഡിഗ്രി ആണല്ലേ. 4 ആംഗിൾസും 90 ഡിഗ്രി ആണ്. അതുപോലെ 4 സൈഡ്സ് ഈക്വൽ ആണ്. ഇക്വിലാറ്ററലിൻ്റെ ആംഗിൾസ് എത്ര വരും? ഈക്വൽ ടു 60 ഡിഗ്രി ആണല്ലേ. 3 ആംഗിൾസ് എന്താണ്? 60 ഡിഗ്രി ആണ്.
സ്ക്വയർ ആണെങ്കിൽ എന്താണ് 90 ഡിഗ്രി ആവും. ഇനി ബാക്കിയുള്ളവരെയൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ റെഗുലർ കൂട്ടി അങ്ങ് വിളിച്ചാൽ മതി. അപ്പം പെൻറ്റഗണിലെ 5 സൈഡ്സും 5 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് വിളിക്കാം, റെഗുലർ പെൻറ്റഗൺ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഹെക്സഗൺ ആണെങ്കിൽ 6 സൈഡ്സും 6 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ റെഗുലർ ഹെക്സഗൺ എന്ന് വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഹെപ്റ്റഗൺ 7 സൈഡ്സും 7 ആംഗിൾസും ഈക്വൽ ആണെങ്കിലോ റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, റെഗുലർ നണ്ണഗൺ, റെഗുലർ ഡെക്കഗൺ. ഓക്കെ, അപ്പം ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളൂ. പോളിഗൺസിൻ്റെ പേര് പറയുമ്പോഴും ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 5th തൊട്ട് എന്ത് വരും, 5 സൈഡഡ് തൊട്ട് എന്ത് വരും, പെൻറ്റഗൺ, ഹെക്സഗൺ, ഗൺ കൂട്ടിയാണല്ലോ വരുന്നത്. അതുപോലെ റെഗുലറിൻ്റെ കേസിലും ഇവർക്ക് രണ്ടുപേർക്കാണ് സ്പെഷ്യൽ പേരുള്ളത്. ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഗുലർ കൂട്ടി പറഞ്ഞാൽ മതി. ഇവരുടെ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നും സ്ക്വയർ എന്ന് നിങ്ങൾ എടുത്ത് പറയണം. റെഗുലർ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയരുത്, അത് തെറ്റാണ്. നമ്മൾ സ്ക്വയർ എന്ന് തന്നെ കറക്റ്റായിട്ട് പറയണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു 12 സൈഡഡ് പോളിഗണിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ 11 സൈഡഡ് പോളിഗണിൻ്റെ പേരെന്താണ്, 10 സൈഡഡ് പോളിഗണിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഡെക്കഗണിന് ഹൗ മെനി സൈഡ്സ്, ഹൗ മെനി വേർട്ടീസസ്, ഹൗ മെനി ആംഗിൾസ്, then what is the name of a 3-sided regular polygon. അപ്പോൾ എന്താണ് റെഗുലർ പോളിഗൺ, 3-sided regular പോളിഗണിൻ്റെ പേരെന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലേ. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് 4-sided regular polygon, എന്താണ് 4-sided regular പോളിഗണിൻ്റെ പേരെന്താണ്, സ്ക്വയർ. അതുപോലെ തന്നെ ബാക്കി ചോദിക്കുവാണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് റെഗുലർ 8-sided പോളിഗൺ, 8-sided പോളിഗൺ, റെഗുലർ 8-sided പോളിഗണിൻ്റെ പേരെന്താണ്, റെഗുലർ ഒക്ടഗൺ ആണ് അല്ലേ. റെഗുലർ ഒക്ടഗൺ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളല്ല, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണിത്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി അങ്ങോട്ടൊന്നും പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് ഈ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. 12 സൈഡഡ് പോളിഗണിൻ്റെ നെയിം ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. 12 സൈഡഡ് പോളിഗണിൻ്റെ നെയിം, വാട്ട് ഈസ് ദ നെയിം ഓഫ് 12 സൈഡഡ് പോളിഗൺ. സോ 12 സൈഡഡ് പോളിഗണിൻ്റെ നെയിം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി മാത്സിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് വേണം, അതുപോലെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, ബൈ.